അപ്പോൾ ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂർ ക്യാമ്പാണ്. ഇന്ന് നവംബർ 2-ാം തീയതിയാണ്. ഇന്നലെ നവംബർ 1-ാം തീയതി കേരള പിറവി കഴിഞ്ഞു. ഇന്നിപ്പോൾ പുലർച്ചെ സമയം കറക്റ്റ് 1:30 ആയിട്ടുണ്ട്. നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മലബാർ എക്സ്പ്രസ് ആണ്. ഞാനും പ്രദീസാറും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വേറെ കോച്ചിലും അമൽ മാസ്റ്റർ വേറെ കോച്ചിലാണ് അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആളെ അവിടെ ചെന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ 5 മിനിറ്റും കൂടി നമ്മുടെ ട്രെയിൻ വരും. ഇന്ന് പ്രതീക്ഷിക്കാം. നാളെ നമ്മുടെ പ്രതീക്ഷ തൊണ്ട പോയിട്ടുണ്ട്. എന്താവോ നമുക്കറിയില്ല. ഇപ്രാവശ്യം കണ്ണൂരിൽ ഉണ്ടാവും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ട്രെയിൻ വരുമ്പോൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളെ കാലത്തൊരു 6:30 എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് മിസ്സിനായിട്ടാ പറയുമ്പോൾ ഞാൻ പുറത്തേക്ക് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 6:45 എത്തുമെന്നാണ് പറഞ്ഞത്. 6:30 എത്തി. ഞാൻ പുറത്തേക്കുമ്പോൾ എനിക്ക് ഭാഗ്യത്തിന് കണ്ണൂർ കണ്ട കാരണം ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. ഇല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ എവിടെ എത്തിയാൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അതാ അവിടെ അമൽ മാഷ് ഇരിക്കുന്നുണ്ട്. അത് നമുക്കിനി എന്തായാലും ക്ലാസ്സിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ കറക്റ്റ് 7 മണി ആയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് അറിയാലോ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി കുറച്ചുകൂടി ആ സിമ്പിളൊക്കെ വരച്ചിട്ട് നമുക്കിനി റെഡി ആവാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കണ്ണൂർ ക്യാമ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിന്ന് ഫസ്റ്റ് ബാച്ചിൽ ഒരു 11 പേരും, സെക്കൻഡ് ബാച്ചിൽ ഒരു 5 പേരും, ഒരു ഫോർത്ത് ബാച്ചിൽ ഒരാളുള്ളത്. പിന്നെ ഒരു സന്തോഷകരമായ വാർത്ത, നമ്മുടെ ഒരു ഫോർത്ത് ബാച്ചിൽ ഒരാൾക്ക് മോളുണ്ടായി. അപ്പോൾ ആൾ നമുക്ക് മിഠായി കൊണ്ടുവരാൻ തന്നു, സന്തോഷ സ്നേഹം കൊണ്ട്. അപ്പോൾ ആളിന്ന് നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ക്യാമ്പിലില്ല. നമുക്ക് കോഴിക്കോട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി ക്യാമ്പിനിടയിൽ വെച്ചിട്ട് കാണാം. ഒരു വട്ടം കൂടി തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ പറയുമ്പോ ചെയ്താൽ മതി കേട്ടാ. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 കയറുന്നു അവിടെ മതി. അതായത് നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങി 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നിർത്താൻ തോന്നണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്താ ഉദ്ദേശിക്കുന്നത് അല്ലേ? കണ്ടിന്യൂ ചെയ്യല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. ഒന്നുകൂടി. എൻ്റെ പേര് വിനിൽ, പെർളശ്ശേരിയാണ് വീട്. അപ്പോൾ ഇന്ന് ഓറോബാക്സിൻ്റെ ഒരു ക്ലാസ് ഇവിടെ കണ്ണൂർ അറ്റൻഡ് ചെയ്തു. പ്രതീഷ് കൃഷ്ണ സാറിൻ്റെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പിന്നെ മാർഷൽ ആർട്സ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ പഠിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല.
പക്ഷേങ്കിൽ ഇന്ന് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. ഞാനിപ്പോ ഒരുപാട് പേരെ കരാട്ടെ പിന്നെ അങ്ങനെ പല ക്ലാസ്സുകളും നമ്മൾ യൂട്യൂബിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ടെക്നിക്കലി നമുക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റാത്ത ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു മറ്റൊരു വ്യക്തിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒന്നിലധികം പേരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ലാസ് കൊണ്ട് തന്നെ എനിക്ക് നല്ല കോൺഫിഡൻറ്റ് വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു മൊബൈൽ ഫീൽഡിലാണ്. അപ്പോൾ താരതമ്യേന നമുക്ക് പബ്ലിക്കുമായിട്ടുള്ളൊരു റിലേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മുടെ മൈൻഡിനൊരു പവറും അതോടൊപ്പം ഒരു കോൺഫിഡൻസും കിട്ടുന്ന രീതിയിൽ ഇന്നത്തെ ക്ലാസ് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതീഷ് കൃഷ്ണ സാറിന്റെ ഈ ഒരു ക്ലാസ് ഒരുപാട് ഉപകാരമായിട്ടുണ്ട്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് റഫീദ്. ഞാൻ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ്. ഒരുപാട് കാലമായിട്ട് എന്തെങ്കിലും ഞാൻ കളരി അല്ലെങ്കിൽ കരാട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്താണ് പ്രതീഷ് കൃഷ്ണ മാഷിന്റെ നേതൃത്വത്തിൽ കുറച്ച് കാലങ്ങളായി ഓറ ബോക്സിംഗ് എന്ന വ്യത്യസ്തമായ എന്തോ ഒന്ന് പഠിപ്പിക്കുന്നെന്ന് അറിഞ്ഞത്. അപ്പോൾ ആകെ 6 ക്ലാസ്സാണ് നമുക്കിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 ക്ലാസ് കൊണ്ട് എങ്ങനെ ഇത് പഠിച്ചെടുക്കുക, അതും 300ഓളം മുറകൾ, വ്യത്യസ്തമായ മൂവ്മെന്റുകൾ എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളതായിരുന്നു ആദ്യമുള്ള ചിന്ത ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റ് പഠന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളറിയാതെ തന്നെ നമ്മളിത് പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് തന്നെ 30ഓളം മൂവ്മെന്റുകൾ പഠിച്ചു. അപ്പൊ 30ഓളം മൂവ്മെന്റുകൾ നമുക്കിപ്പോ ഓർമ്മയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആ രീതിയിലാണ് മാഷ് പഠിപ്പിച്ചു തന്നത്. പിന്നെ മാഷ പ്രത്യേകത, ഞാൻ ഇതുവരെയുള്ള അധ്യാപകരിൽ നിന്നുള്ള വ്യത്യസ്തത ഞാൻ പറയാം. കാരണം എന്താണ് വ്യത്യസ്തത എന്ന് വെച്ചാൽ, സാധാരണ നമുക്കൊരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗുരുക്കളെ ഇത്തരത്തിലുള്ള പഠിപ്പിക്കുന്ന ആളുകളെ നമുക്കൊരു ഭയത്തോടു കൂടിയാണ് കാണുക. നമുക്ക് അവരോടൊന്നും ചോദിക്കാനുള്ള ഒരു പേടി ഉണ്ടാവും. അവർ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. കാരണം എന്ത് ചോദിക്കാം, നമ്മുടെ സുഹൃത്തിനെ പോലെയോ അല്ല, അദ്ദേഹം നമ്മളെക്കാളും എളിമയുള്ള മനുഷ്യനാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളോട് പഠിക്കുമ്പോൾ ഉള്ള വ്യത്യാസമാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ പഠിക്കാതെ പേടിച്ച് നിൽക്കുകയാണ് ചെയ്യുക. ഇവിടെ ഫ്രീ ആയതുകൊണ്ട് തന്നെ, ഭയങ്കര ഫ്രീ മൈൻഡുള്ള ഒരു നമുക്കുള്ള ഒരു എന്താ പറയുക ലീഡർ ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷ മാഷിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇവിടെ വന്നിട്ട് 2 മണിക്കൂർ കൊണ്ട് തിരിച്ചു പോകേണ്ടി വരും എന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ അടുത്ത ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യും, എല്ലാ ക്ലാസ്സിനും ഇവിടെ ഉണ്ടാവും. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എല്ലാവരും ഇതിൽ വരണം, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന. കാരണം നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള മൂവ്മെന്റ് അല്ല, നമുക്ക് എന്താണ് റിയൽ ലൈഫിൽ വേണ്ടി വരിക. അദ്ദേഹം റിസർച്ച് നടത്തിക്കൊണ്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത 3000ഓളം മൂവ്മെന്റുകളുണ്ട്. അതിൽ നിന്ന് 300ഓളം മൂവ്മെന്റുകളാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചു തരുന്നത്. ഇതെന്തായാലും റിയൽ ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടും. കാരണം എല്ലാം അറിയുന്ന ഒരാള് അതിൽ നിന്നും എന്താണ് പറയേണ്ടത് വേർതിരിച്ചെടുത്ത് കാച്ചിക്കുറുക്കിയ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇവിടെ വന്ന അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ്. എല്ലാവരും നമ്മുടെ സൗഹൃദം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നല്ലൊരു ആത്മബന്ധം കൂടി എല്ലാവരുമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ മാഷിനും മാഷെ കൂടെ പഠിപ്പിക്കുന്ന ആളുകൾക്കും എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ദിനൂപാണ്. പരിയാരാണ് സ്വദേശം വരുന്നത്. നോർമലി ചെറുപ്പകാലങ്ങളിലൊക്കെ നമുക്ക് കുറേ മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പാരൻസോ കാര്യങ്ങളോ നമുക്ക് സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ലാത്തത്. എനിക്കിപ്പോൾ 36 years ആയി ഏജ് വരുന്നത്. പക്ഷെ ഈ ഒരു പ്രായത്തിൽ നമ്മളൊരു കരാട്ടയോ അല്ലെങ്കിൽ കുൻഫു വേറെ ഒന്നും പഠിക്കാൻ വേണ്ടി പോയാൽ ഒരു ടൈമോ കാര്യങ്ങളോ നമുക്ക് കിട്ടാത്തതിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു നമ്മളെ മാസ്റ്റർ നേരത്തെ ഒരാൾ പറഞ്ഞു ഒരു കാച്ചിക്കുറുക്കിയ രീതിയിലൊക്കെ മൊത്തത്തിൽ ചെയ്തു തരും. അതായത് 3000ഓളം സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കുക നമ്മൾ ഈ പ്രായത്തിൽ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് വിത്തിൻ മിനിമം ടൈമിലൂടെ തന്നെ ഒരു 300ഓളം സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചെടുത്ത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു എല്ലാവരും എൻ്റെ ഒരു പ്രായത്തിലുള്ള വരണം എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതായത് കുറേ ആൾക്കാർക്കൊക്കെ വരാൻ പറ്റാത്ത അത് പണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിൽ ലിമിറ്റഡ് ടൈമിലൊക്കെ നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഓൾ ദി വിഷ് ഫോർ ഓറ ബോക്സിംഗ്. അപ്പൊ നമുക്കിനി എന്തായാലും തൃശ്ശൂർ എത്തിയിട്ട് കാണാം.
അപ്പോ ഹലോ ഗൈസ്, അപ്പോ നമ്മുടെ നവംബർ മാസത്തെ ഫസ്റ്റ് ക്യാമ്പായ കണ്ണൂർ ക്യാമ്പ് ഇതോടെ അവസാനിക്കുന്നുണ്ട്. എന്തോ ഇന്ന് ഞങ്ങൾ കണ്ണൂരിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ കുറച്ച് നല്ല തണുപ്പുണ്ട്, പക്ഷെ ഉറക്കൊന്നും കിട്ടിയില്ല എന്ത് പറഞ്ഞാല്. അപ്പൊ നമുക്ക് ഇനി ഈ വ്യാഴാഴ്ച കോഴിക്കോട് ക്യാമ്പാണ് ഉണ്ടാവുന്നത്. അപ്പോ നമ്മളിന്ന് അഫ്സൽ മാസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് നന്നായിട്ട് പോയി പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എന്തായാലും ഒരു പുതിയ വീഡിയോ വ്ളോഗുമായി കാണുന്നവരെ ടാറ്റ, ഗുഡ് ബൈ, സീ യു. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഓക്കെ.